ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ആയുധ കച്ചവടം. രണ്ടാമത്തെ ബിസിനസ് ലഹരി കച്ചവടം. ഞാൻ പറഞ്ഞല്ലോ, ഈ ലഹരി കച്ചവടം നടക്കുന്നത്, ഏറ്റവും കൂടുതൽ നടക്കുന്നത് മൊബൈൽ ഫോണിലാണ്, വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്, സോഷ്യൽ മീഡിയയിലാണ്, ഇന്റർനെറ്റിലാണ് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബിസിനസ്സായ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചതിക്കപ്പെടുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒളിച്ചോടാൻ പ്രേരകമാവുന്നത് മൊബൈൽ ഫോണാണ്, വാട്സപ്പാണ്, ഫേസ്ബുക്കാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ചതിക്കപ്പെടുന്നത്, സ്ത്രീകൾ ചതിക്കപ്പെടുന്ന ലോകം മൊബൈൽ ഫോണിന്റെ ലോകമാണ്. അങ്ങനെ 18 വയസ്സിന് താഴെയുള്ള അന്തം വിട്ട പ്രായമുള്ള കുട്ടിയുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് റൂമിലേക്ക് അടച്ചിട്ടിരിക്കുമ്പോൾ നട്ടലുള്ള അല്ലെങ്കിൽ നല്ല ബോധമുള്ള ഒരു അമ്മയ്ക്ക്, ഒരു ഉമ്മയ്ക്ക് അവൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധത്തെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? അവർക്ക് ബോധമുണ്ടോ? ഇവൻ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ നോക്കിയോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബോധവൽക്കരണ ക്ലാസ് അല്ല ആവശ്യം, ഉണർന്നു പ്രവർത്തിക്കുന്ന കൂർത്ത കണ്ണുള്ള രക്ഷാകർത്താക്കളാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നിങ്ങളെ മക്കളധികം വിശ്വസിക്കണ്ട. എൻ്റെ മക്കളെ വിശ്വാസം ഞാൻ പോകാൻ പറഞ്ഞല്ലോ, തീർന്ന്. ഇപ്പൊ നിങ്ങൾ അതിനുശേഷം ഞാൻ ഒരു ലാപ്ടോപ്പ് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇനി മൊബൈൽ ഫോൺ കാണൂല, ഇനി ലാപ്ടോപ്പ് പഠിച്ചാൽ മതി. പിറ്റേന്ന് തൊട്ടിട്ട് അവൻ്റെ പഠിപ്പുകളൊന്ന് കാണണം. രാവിലെ വരുന്നു, ഗുഡ് മോർണിംഗ് മീസ്, ഒറ്റ ഭർത്താവ്. പിന്നെ അവനില്ല, പഠിക്കുന്നില്ല, ഒരൊറ്റ പോക്കാണ് പറമ്പിലേക്ക് പോയതിന് ശേഷം ഒരു 11 നേടുന്നോ ഓടി വന്നിട്ട് ഒരു മാങ്കോട്ടാപ്പത്തെ ചക്കൻ പറയാ, താങ്ക് യു മീസ്, ഹാവ് എ നൈസ് ഡേ. ഓനിപ്പം പഠിക്കാൻ മൊബൈൽ ഫോണിലുള്ള പഠിപ്പ് നിർത്തി. അവിടെയാണ് വിഷയം. ആ പഠിപ്പ് നിർത്താൻ, അല്ലെങ്കിൽ അവൻ എന്താണ് പഠിക്കുന്നത് നോക്കാൻ, ഏത് ലോകത്താണോ അവന്റെ കൂട്ടുകാരനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ ബോധ്യമുള്ള ഒരു രക്ഷകർത്താവായിട്ട് ഇങ്ങോട്ട് മാറിയാൽ നമ്മളെ 18 വയസ്സുകാരനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ. ഇനി കേരളത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ മദ്യത്തിന്റെ ഏറ്റവും ഉപയോഗം നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. പഞ്ചാബിനായിരുന്നു 1ാം സ്ഥാനം. ലോകത്ത് മറ്റെല്ലായിടത്തും 6 ലിറ്റർ മദ്യമാണ് ഒരു ആളോഹരി. ആളോഹരി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സ്റ്റേജിൽ മദ്യത്തിന്റെ ആളോഹരി എന്ന് പറഞ്ഞാൽ കള്ളുടിക്കുന്ന ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ബാക്കി എല്ലാവരും ആളോഹരി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കണക്ക് കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ആളോഹരി മദ്യത്തിന്റെ കണക്ക് 6 ലിറ്ററാണ്. 6 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഞാനും 6 ലിറ്റർ കുടിക്കുന്നുണ്ട്, മൂപ്പറും 6 ലിറ്റർ കുടിക്കുന്നുണ്ട്, മൂപ്പറും 6 ലിറ്റർ കുടിക്കുന്നുണ്ട്. അങ്ങനെയാ. പക്ഷെ കുടിക്കുന്ന ഞാൻ മാത്രമാണെങ്കിൽ ഈ ലിറ്റർ മുഴുവൻ ഞാനാ കുടിക്കുന്നത്. പക്ഷെ ആളോഹരി പറയുമ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ? പക്ഷെ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ആളോഹരി മദ്യം എന്ന് പറയുന്നത് 10 ലിറ്ററാണ്. അപ്പൊ നമ്മൾ വിട്ടുകൊടുക്കരുത്. അത് നമ്മൾ 11 ആക്കുവാൻ ശ്രമിക്കണം. അതിന് നിങ്ങൾക്കും എനിക്കും പറ്റൂല. നമ്മളെ മക്കൾ, 18 വയസ്സുള്ള മക്കളുണ്ടല്ലോ, ഓരോന്ന് ഉഷാറായിക്കൊണ്ടുവരണം. അതാണ് നമ്മളെ വിഷയം. അപ്പൊ നമ്മൾ പറയും ഇവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയും. കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ നിന്ന് വരുമ്പോൾ, കരിപ്പൂരിൽ നിന്ന് ഒരു ബ്യൂട്ടീഷ്യനെ ഒരു ചങ്ങായിനെയും പിടിച്ച് കൊൻ്റെ അടുത്ത് നിന്ന് പിടിച്ചത് 1 കോടി ഉറുപ്പ്യന്റെ മയക്കുമരുന്നാണ്, ഡിജിറ്റൽ ലഹരി. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി അവിടെയാണ്. വടകര സ്റ്റേഷനിൽ നിന്നൊരു MBBS സ്റ്റുഡന്റ് വരുമ്പോൾ അവന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മൊത്തം പരതി നോക്കുമ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല. അപ്പൊ അവന്റെ ബേക്കറത്തെ പോക്കറ്റിൽ നിന്ന് ഇത്ര കുപ്പിയിൽ ഒരു വെള്ളപ്പൊടി കിട്ടി. അപ്പൊ നമ്മൾ വെച്ചത് എന്താന്ന് വെച്ചപ്പം പറഞ്ഞു, ഇത് അച്ഛന് കൊടുക്കാനുള്ള കർപ്പൂര പൊടിയാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ഇവൻ തങ്കപ്പെട്ട കുട്ടി തന്നെ കേട്ടോ, കർപ്പൂരല്ല കൊണ്ടുവരുന്നത്. അപ്പൊ വീണ്ടും വിളിച്ചു പറഞ്ഞു, ഓൻ്റെ അടുത്ത് സാധനം ഉണ്ട് എന്ന് വീണ്ടും ഫോൺ വിളി വന്നപ്പോൾ നമ്മൾ പോലീസ് ആകെ കൺഫ്യൂഷനായി. അവനെ വീണ്ടും ഒന്നും കൂടി പരിശോധിച്ചപ്പോൾ അവന്റെ കീശയിൽ നിന്ന് ഈ മൊബൈൽ ഫോണിന്റെ പകുതി ഉള്ള ഒരു സാധനം കിട്ടി. അവനോട് ചോദിച്ചു ഇതെന്താന്ന് പറഞ്ഞപ്പോൾ ഒരു പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല. പോലീസ് ഞാൻ പറഞ്ഞല്ലോ, ഡിജിറ്റൽ പോലീസാണ്. നിങ്ങൾ പറഞ്ഞു തന്നില്ലെങ്കിൽ സംഗതിയൊക്കെ കിട്ടും. ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞൊരു ലെൻസ് ഉണ്ട് നിങ്ങളെ മൊബൈൽ ഫോണിൽ, കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ലോകത്ത് എന്തിന്റെ ഫോട്ടോ ഗൂഗിൾ ലെൻസിൽ നിങ്ങൾ എടുക്കുക, ഗൂഗിൾ ലെൻസ് പറഞ്ഞു തരും ഇത് ഇന്നേ സാധനം എന്ന് പറഞ്ഞു തരും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ വെള്ളത്തിന്റെ എടുത്തിട്ട് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കുക. ഗൂഗിൾ ലെൻസോട് ചോദിച്ചാൽ ഇതെന്താന്ന് വെച്ചാൽ പറയും കൂൾ എന്ന് പറയുന്നത് ഒരു വാട്ടർ ബോട്ടിലാണ്, അത് വെള്ളമാണ്, ഇത് ഇവിടെയാണ് ഉണ്ടാക്കുന്നതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ വേണേൽ നോക്കിയാൽ മതി, ഗുളികന്റെ ഫോട്ടോ എടുത്താലും അറിഞ്ഞു തരും. അങ്ങനെ ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ചങ്ങായി പറഞ്ഞു തന്ന് ഇത് മൈക്രോ മില്ലിഗ്രാം സാധനങ്ങൾ തൂക്കുന്ന ഒരു മെഷീനാണെന്ന് പറഞ്ഞു. മൈക്രോ മില്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു തരി 100ന്റെ 100 അംശം, അങ്ങനെയല്ലേ? അപ്പൊ അവരോട് ചോദിച്ചു ഇതെന്തിനാണ് നീ മൈക്രോ മില്ലിഗ്രാം എന്താണ് തൂക്കാൻ നീ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, മാപ്പാക്കണം, ഇത് ഡിജിറ്റൽ ലഹരിയാണ്. ഇതിന് മൈക്രോ മില്ലിഗ്രാമിന് 900 ഉറുപ്പ്യാണ് നമ്മൾ ഈടാക്കുന്നത്. അതായത് 2 തുള്ളി ഉണ്ടാവും, 2 പൊടി ഉണ്ടാവും. ഈ 2 പൊടിക്ക് എത്രയാ വില?
900 രൂപ. ഇത് നാവുമല്ലോ എവിടെയെങ്കിലും അങ്ങ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആക്കി ഇട്ടാൽ മതി. മുറിക്കൊന്നും വേണ്ട, നാവിൻ്റെ ഉള്ളിലോ ചേട്ടിൻ്റെ ഉള്ളിലോ എന്തെങ്കിലും അങ്ങ് ഉള്ളിലേക്ക് അങ്ങ് ആക്കിയാൽ പിന്നെ 48 മണിക്കൂർ നിങ്ങൾ പറക്കും പോലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറുമായിട്ടുള്ള ബന്ധം വിട്ട് പറക്കും നിങ്ങൾ. ഇപ്പൊ നിങ്ങളൊരു പറന്നാൽ എന്താ, നല്ലതല്ലേ? പക്ഷേ ഈ പറക്കുന്ന മനുഷ്യന്റെ ആയുർദൈർഘ്യം 7 കൊല്ലാണ്. അതാ പറഞ്ഞ പെൺചതള് തിന്ന പോലെ നമ്മളെ മക്കൾ നശിച്ചു പോകുമെന്ന് പറയാൻ ഒരു കുഴപ്പം ഉണ്ടാവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ 7 കൊല്ലം കഴിയുമ്പോൾ ചെതളരിച്ച ഉള്ള്, കരളും തലച്ചോറും എല്ലാം തകർന്നു പോകുന്ന ഒരു ഉള്ളില്ലാത്ത മനുഷ്യനെ, പൊള്ളയായ മനുഷ്യൻ എന്നാ മരിക്കോ? മരിക്കൂല. ജീവച്ഛവമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണേണ്ടി വരും. കേരളത്തിൽ കരൾ രോഗങ്ങൾ കൂടുന്നു, സ്ട്രോക്ക് കൂടുന്നു, ക്യാൻസർ കൂടുന്നു. ഇതൊക്കെ ഈ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും എഫക്റ്റ് കൊണ്ടാവാം എന്നുള്ളതാണ് സത്യം. നിങ്ങളെ ഈ വെളിമണ്ണിയും ഇതല്ലേ, കിഡ്നി പോയ കുറെ ആളില്ലേ, ഡയാലിസിസ് നടത്തുന്ന കുറെ ആളില്ലേ, സ്ട്രോക്ക് വന്ന കുറെ ആളില്ലേ? ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലവും രാസവസ്തുക്കളുടെ ഉപയോഗം മൂലവും. രാസവസ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ പഴത്തിലുള്ള ഫ്യൂരിഡാൻ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കരൾ പോവും. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും കരൾ പോവും. അതും കൂടി മനസ്സിലാക്കിയാണ് വെച്ചേക്കുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ കരൾ പോവോ? കൃത്യമായിട്ട് പോവും. എങ്ങനെയാ പോവാ? നിങ്ങളെ ശരീരത്തിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങളുണ്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി, കരള്, കിഡ്നി, കുടല്, മറ്റു കുറെ സാധനം അറിയോ നിങ്ങൾക്ക്? ഇതെല്ലാം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. നിങ്ങളെ മക്കൾ രാത്രി ഉറക്കമൊഴിഞ്ഞ് മൊബൈൽ ഫോൺ നോക്കുന്ന സംസ്കാരമുണ്ട് എങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും പ്രസിദ്ധമായ കോളേജിലെ പ്രിൻസിപ്പാളിന്റെ കൂടെ സ്റ്റേജ് പങ്കിട്ടിരുന്നു ഞാൻ. ആ പ്രിൻസിപ്പൾ പറഞ്ഞൊരു സാധനമുണ്ട്. കേരളത്തിൽ നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി കാണുന്ന ആ കോളേജിലെ ഒരു ക്ലാസ്സിൽ 15 ആൺകുട്ടി, പണ്ട് പെൺകുട്ടികളെല്ലാം തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2 കുട്ടികളെല്ലാം കിടക്കും, അവർക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ തിരിച്ച് കേരളത്തിൽ 60 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ 15ഓളം കുട്ടികൾ രാവിലെ തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ബെഞ്ചുമേൽ തലവെച്ച് കിടന്ന് ഉറങ്ങുന്ന ഒരു ക്ലാസ് റൂമായിട്ട് നമ്മളെ നാട്ടിൽ ഏറ്റവും മാതൃകാപരമായ കോളേജ് മാറിയിട്ടുണ്ട് എങ്കിൽ, എന്നിട്ട് മാഷ് ചലഞ്ച് ചെയ്തു, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്റെ കോളേജിലേക്ക്, ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ മക്കൾക്ക് എന്തെല്ലോ പറ്റിയിട്ടുണ്ട്. സത്യമല്ലേ? കോളേജിൽ പഠിക്കുന്നുണ്ട് മറ്റെന്ത് കാര്യ? എന്തുകൊണ്ടാണ് ഇങ്ങനെ തലവേദന വന്നിട്ടുണ്ടാവാ? ലഹരി ഉപയോഗിച്ചുണ്ടാവാം. എങ്ങനെയാ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ കരൾ പോവാ? കരളിന്റെ പ്രവർത്തനം 1 മണി തൊട്ടിട്ട് 3 മണി വരെയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ആദ്യം വർക്ക് ചെയ്യണം. നിങ്ങളെ മക്കൾ ശരിക്കും 10 മണിക്ക് കിടന്നുറങ്ങണം. ഒരു 11:30 ആകുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി വർക്ക് ചെയ്യണം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ശരീരത്തിലുള്ള വിഷാംശങ്ങളെ മുഴുവൻ സ്വാംശീകരിച്ചിട്ട് പെർഫെക്റ്റ് ആക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ക്ഷീണം വന്നാലും രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് രാവിലെ എണീക്കുമ്പോഴേക്ക് നമ്മളെ മനസ്സും ശരീരവും ഫ്രഷ് ആകുന്നത് കൊണ്ട് ശരീരം ഇങ്ങനെ റിഫ്രഷ്മെന്റ് നടക്കുന്നുണ്ടാവും. അങ്ങനെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി 1 മണിയാകുമ്പോഴേക്ക് അതിന്റെ പണിയെല്ലാം തീർക്കണം. പിറ്റ്യൂട്ടറി ഗ്രന്ഥി പണി തീർത്താൽ മാത്രമാണ് കരൾ വർക്ക് ചെയ്യുള്ളൂ. കരൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ വിഷാംശങ്ങൾ വലിച്ചെടുക്കുന്ന ഡ്യൂട്ടിയാണ് കരളിന്. നിങ്ങൾ എന്ത് തിന്നാലും കരളാ കുടുങ്ങുക. നിങ്ങൾ ഷവർമ തിന്നാലും കരൾ കുടുങ്ങും, കള്ള് കുടിച്ചാൽ കരൾ കുടുങ്ങി മരിക്കും. അങ്ങനെ ഓരോ സാധനം തിന്നുമ്പോൾ കരൾ പറയും, പഠിച്ചവനെ തിന്നരുത് പ്ലീസ്. അങ്ങനെയാണ് വോമിറ്റിംഗ് എല്ലാം വരും. ആദ്യമെല്ലാം തിന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, അതും വേണ്ടാത്ത സാധനം തിന്നുമ്പോൾ ഛർദ്ദി വരും. കരൾ പറയുന്നത് അടങ്ങാറാക്കല്ല. പിന്നെ ഞങ്ങളിങ്ങനെ കുത്തിക്കയറ്റുമ്പോൾ കരളിനത് സെൻസ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോഴാണ് വീണ്ടും തിന്നാൻ പറ്റുന്നത്. അങ്ങനെ ഈ കരൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി വർക്ക് ചെയ്തിട്ട് 1 മണിക്ക് എന്ത് വർക്ക് ചെയ്യണം? കരൾ വർക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങളെ മക്കൾ മൊബൈൽ ഫോണും തുറന്നു വെച്ചിട്ട് ഉറങ്ങാതിരിക്കുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി വർക്ക് ചെയ്യില്ല. പിറ്റ്യൂട്ടറി ഗ്രന്ഥി വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും തുടർന്ന് കരളും വർക്ക് ചെയ്യില്ല. അങ്ങനെ കരളും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും വർക്ക് ചെയ്യാത്ത സമയത്ത് മനുഷ്യന്റെ ശരീരത്തിൽ വിഷാംശങ്ങൾ ഇങ്ങനെ തങ്ങി നിൽക്കുകയും കരളിന് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കരൾ തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നതല്ല, മെഡിക്കൽ വിഭാഗം പറയുന്നു. അപ്പൊ നിങ്ങളെ മക്കൾ രാത്രി ഉറക്കമൊയ്യുന്നുണ്ടോ നോക്കണ്ട? നിങ്ങൾ നോക്കിയിട്ടുണ്ടാ? അവിടെയാണ് വിഷയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മക്കളെ കൃത്യമായി നിയന്ത്രിക്കാൻ. അവിടെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പൊ മദ്യമല്ല വിഷയം, നമ്മുടെ നിയന്ത്രണമില്ലാത്ത കുത്തഴിഞ്ഞ ഒരു സംസ്കാരമാണ് ഇവിടുത്തെ വിഷയമെന്ന് ഞാൻ പറയും. അതുകൊണ്ട് നമുക്ക് സൂക്ഷിക്കണം. നമ്മളെ 18 വയസ്സുള്ള മക്കളെ നമുക്ക് കൃത്യമായിട്ട്, ഞാൻ കുറെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. മദ്യം 1-ാം സ്ഥാനത്ത് കേരളം. ഇനി ഡിജിറ്റൽ ലഹരിയുടെ കേരളത്തിലെ ഏറ്റവും 3 ജില്ലകൾ ഡിജിറ്റൽ ലഹരി കിട്ടുന്ന, ഞാൻ പറഞ്ഞ കർപ്പൂരപ്പൊടി പോലുള്ള സാധനം കിട്ടുന്ന ഏറ്റവും മികച്ച 3 ജില്ലകൾ ഏതാണെന്നറിയുള്ളൂ? ഏതാ? 1 കോഴിക്കോടാണ്. നമ്മൾ 1-ാം സ്ഥാനത്താണുള്ളത്.
ഇപ്പൊ ഇത് എന്റെ നാട്ടിൽ, എന്റെ വീട്ടിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റൂല. ഈ നാട്ടിൽ ഒരു കഞ്ചാവ് വലിക്കുന്ന പയ്യനുണ്ട് എങ്കിൽ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു പയ്യനുണ്ട് എങ്കിൽ, ഓൻ ഒരു കൊല്ലം കൊണ്ട് 7 ആളുകളെ ഓന്റെ ലോകത്തേക്ക് കൊണ്ടുവരും. അത് നിങ്ങളാവാം, നിങ്ങളുടെ മക്കളാവാം, അമ്മാമന്റെ മക്കളാവാം. അതുകൊണ്ടാ പറഞ്ഞത്, ഒറ്റക്കെട്ടായി ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് ലഹരി കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തെ നമ്മൾ ചെറുക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ ഇതില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സേഫ് അല്ല. നിങ്ങളെ നാട്ടിൽ ഒരുത്തനുണ്ട് എങ്കിൽ, ഒന്നും കൂടി ഓർമ്മിച്ചോ, ഒരു കൊല്ലം കൊണ്ടുവന്ന് എത്ര ആളെ കൊണ്ടുവരും? 7 ആളെ മുതൽ 9 വരെ കൊണ്ടുവരാം. പക്ഷെ നമുക്ക് 7 ആള് മതി. 7 ആള് മതി, വെളിമണ്ണ് അത്ര മതി. അപ്പോ ഈ 7 ആളെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് നിതാന്ത ജാഗ്രതയോടുകൂടി നോക്കാൻ ശക്തിയുള്ള തലമുറയായിട്ട് നിങ്ങൾ ഞാനും പറയാം. അതിന് ഈ മഹൽ കമ്മിറ്റിയുടെ പ്രവർത്തകർ പ്രവർത്തിക്കുമ്പോൾ അവരെ തകർക്കാനുള്ള ഒരു ശ്രമവും നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അവർക്ക് വേണ്ട ശക്തിയും താങ്ങും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളെ മക്കളാണെങ്കിലും എന്റെ മക്കളെ പിടിച്ചോ എന്ന് പറയാൻ അവനെ തിരുത്തണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പുതിയ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സംഗതിയും കൂടി വന്നിട്ടുണ്ട്. അതും കൂടി ഞാൻ പറയാൻ. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് എന്താണെന്നറിയോ? കേന്ദ്ര ഗവൺമെന്റ് ശാസ്ത്രീയമായിട്ട് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മദ്യപാനം എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. മദ്യപാനം എന്ന് പറയുന്നത് ഒരു അസുഖം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ചികിത്സ ചെയ്യണം. അടിയൊന്നുമല്ല അതിന് ചികിത്സ ചെയ്യണം. മദ്യപാനത്തിന് കൃത്യമായ ചികിത്സയുണ്ട്, സിഗരറ്റ് വലിക്ക് കൃത്യമായ ചികിത്സയുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് കൃത്യമായ ചികിത്സയുള്ള സംസ്ഥാനമാണ് കേരളം, രാജ്യമാണ് ഇന്ത്യ. അതാണ് നേരത്തെ പറഞ്ഞത്, വിമുക്തി എന്ന പരിപാടിയുടെ ഭാഗമായി ഈ നാട്ടിൽ ആരെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാവുക? രാത്രി ഇവൻ കുടിച്ച് കച്ചറെല്ലാം ഉണ്ടാക്കും. നിങ്ങൾ എന്തെങ്കിലും പോയി പറഞ്ഞാല് അപ്പോ ഭാര്യന്റെ തലയെ തൊട്ട് ഇവൻ പറയൂ, മക്കളാണ് പറ്റിയത് പറ്റി, നാളെ മുതൽ ഞാൻ ഒന്നുമില്ല എന്ന് ഇവൻ പ്രതിജ്ഞ എടുക്കും. നിങ്ങൾ വേണേ കുടിയന്മാരെ ശ്രദ്ധിച്ചോ, ഭയങ്കര പ്രതിജ്ഞ എടുക്കും. പിറ്റേന്ന് രാവിലെ വീണ്ടും ഓൻ ഇതേടുന്ന കിട്ടുന്നെന്ന് പറഞ്ഞ് നോക്കി നടക്കും. അതിനെയാണ് നമ്മൾ അടിമപ്പെട്ടു, അസുഖമായി എന്ന് പറയുന്ന അവസ്ഥ. അതാണ് പിറ്റേന്ന് രാവിലെ വീണ്ടും മദ്യത്തിനെ തേടിപ്പോകുന്ന, മയക്കുമരുന്നിനെ തേടിപ്പോകുന്ന അവസ്ഥ. അങ്ങനെയുള്ള ആളുണ്ടെങ്കിൽ അവനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ഒന്നുകിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് ഇവന്റെ അഡ്രസ് കൊടുത്താൽ ഓല് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യും. അത് സ്വാഭാവികമായിട്ടും ഓലിക്ക് എല്ലാവരും ഒന്നും ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തത്, വിമുക്തി എന്ന പരിപാടി ഭാഗമായി താലൂക്ക് ആശുപത്രിയിൽ കൃത്യമായ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആടെ എത്തിക്കണം വന. അതല്ല എങ്കിൽ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ വിമുക്തി മിഷന്റെ ഭാഗമായിട്ട് ഇതിൽ നിന്ന് മാറ്റുന്ന ചികിത്സാ സംവിധാനം കൃത്യമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ എല്ലാം പോകുന്നത് കുറവുണ്ട് എങ്കിൽ വയനാട് പോലുള്ള സ്ഥലത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള ഇത്തരം വിമുക്തി കേന്ദ്രങ്ങൾ ധാരാളം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഫീസ് കൊടുക്കണം, നമ്മൾ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായി ഞാൻ ഉറപ്പു തരുന്നു, ഒരു 3 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കൃത്യമായ ആരോഗ്യബോധത്തോടു കൂടിയുള്ള തങ്കപ്പെട്ട മനുഷ്യനെ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ നിങ്ങൾ ചികിത്സാ വിഭാഗത്തിന് ഏറ്റവും പെർഫെക്റ്റ് ആയ ചികിത്സ ഉള്ളത് ലഹരിയുടെ ലോകത്താണ്. ഇപ്പൊ പ്രമേഹം വന്നെന്ന് ചോദിച്ചു, പ്രമേഹം വന്നാൽ ചികിത്സ ഉണ്ടാ? ഇല്ല. ഗുളിക കുടിച്ചാൽ നിയന്ത്രിക്കാനേ പറ്റൂ. കൊളസ്ട്രോൾ വന്നാൽ ചികിത്സ ഉണ്ടാ? ഇല്ല, നിയന്ത്രിക്കാനേ പറ്റൂ. ക്യാൻസർ വന്നാൽ ചികിത്സ ഉണ്ടാ? തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ മുറിച്ചളിയാന്നല്ലാണ്ട് ചികിത്സയില്ല, നമുക്ക് നിലനിർത്താം. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പക്ഷേ മദ്യത്തിനടിമപ്പെട്ട, മയക്കുമരുന്നിനടിമപ്പെട്ട ഒരു പയ്യനെ കിട്ടിയാൽ, ഒരാളെ കിട്ടിയാൽ പരിപൂർണമായും 60% ആളുകളെയും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അതിനു കൂടി ഈ മഹൽ കമ്മിറ്റി, ഈ ലഹരി വിമുക്ത കമ്മിറ്റി ശ്രമിക്കണം. അങ്ങനെ ഒരു ടീമിനെ തന്നെ ഉണ്ടാക്കി ഇവരൊക്കെ നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ തീർച്ചയായിട്ടും 1-2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ലഹരി എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ എക്സൈസിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കുടുംബമാണ് ലഹരി എന്നാ പറയുന്നത്. കുടുംബമാണ്. ഭാര്യനെ കാണുമ്പോൾ തങ്കു എന്ന് വിളിക്കാൻ പറ്റണം. ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ എന്റെ ചങ്കേ, നിങ്ങളാണ് നിങ്ങള് എന്ന് പറയാൻ പറ്റണം. അത് പറ്റുന്നുണ്ടോ? കേരളത്തിൽ അങ്ങനെ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നതിന് വേണ്ടി ഒരമ്മ 1.5 വയസ്സുകാരിയെ ബക്കറ്റിൽ മുക്കിക്കൊന്നത്. ആ കാമുകന്റെ പ്രത്യേകത ലോകത്തെ ഏറ്റവും വലിയ കഞ്ചാവടിക്കാരനാണ്. അതാണ് വിഷയം. കഞ്ചാവടിക്കുന്ന തലച്ചോറില്ലാത്ത ചങ്ങായിക്ക് മാത്രം ഒരു സുന്ദരി പെണ്ണിനോട് അല്ലെങ്കിൽ ഒരു പയ്യനോട് ഐ ലവ് യു എന്ന് പറയാൻ പറ്റൂ. ഇവിടെ നല്ല ബോധമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ദീനി ബോധമുള്ള ഒരു മനുഷ്യന് ഒരു പെൺകുട്ടിനെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് പോറ്റും, എങ്ങനെയാണ് വളർത്തുക, അങ്ങനെ പ്രശ്നമുണ്ടല്ലോ, വീട് പെയിന്റ് അടിച്ചിട്ടില്ലല്ലോ, ഇനിയിപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നാൽ നല്ല സൗകര്യം വേണ്ടെന്നൊക്കെയുള്ള ചിന്തോനുണ്ടാവും. അന്തം വിട്ട കണക്ഷൻ ഇല്ലാത്ത ഐ ലവ് യു ഡാ ഉമ്മ 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 എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ പെൺകുട്ടികൾ വിചാരിക്കും ഓനാണ് തങ്കു.
ഓൻ്റെ കൂടെയാണ്. നിങ്ങൾ നോക്കി നോക്ക്, നാട്ടിലെ ഒളിച്ചോടുന്ന സംഗതികൾ മുഴുവൻ, ഒളിച്ചോടുന്ന ആളുകൾ മുഴുവൻ ഒളിച്ചോടിയത് നട്ടല്ലില്ലാത്ത മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട ആളുകളുടെ കൂടിയാണ്. 70% പോയത്. വെളിമണ്ണ് അങ്ങനെ ഒളിച്ചോടിയിട്ടുണ്ടാ? അല്ല, വെളിമണ്ണ് ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവില്ല, അത് ഉണ്ടാവില്ല. അപ്പോൾ അത് ഇനി വരൂലെന്ന് പറയാം. കാരണം ഞാനിപ്പോൾ വെളിമണ്ണയിൽ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. ഇപ്പം ഞാനിത് നിങ്ങളോട് പറയുമ്പോഴും എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ ഒരു സുന്ദരിയായ ഭാര്യയുണ്ട്. വടകര സ്റ്റേഷനിൽ ഇന്നും ഒളിച്ചോടിപ്പോയി 37 വയസ്സുകാരി. ആ 37 വയസ്സുകാരി ഒളിച്ചോടിപ്പോകുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. എൻ്റെ ഭാര്യ അവിടെ ഉണ്ടോയെന്ന് എന്താ ഉറപ്പ്? നമ്മളെ നാട്ടിലൊരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഓള് പോയിക്കൂടാക്കിയില്ലല്ലോ. പിന്നെ അഥവാ പോയിക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കേട്ടങ്ങൾ അറിയുമോ? ഓൻ്റെ വിടൽ എന്തേലും ചിരിക്കണം, മുഖത്ത് നോക്കി പറയണം, എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുന്നൊരു സ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഞാനോട് പറയാണ്ടോ, ഇനി ഓടുന്നുണ്ട് ഓടിക്കോ, എന്നോട് പറഞ്ഞിട്ടേ ഓടാവും, ഇനി ഇടങ്ങാറാക്കരുത് എന്ന് പലപ്പോഴും ഞാൻ പറയാം. അങ്ങനെ എല്ലപ്പോൾ നിങ്ങൾ പറയണം. എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. അച്ഛൻ ഇടക്കിടക്ക് എന്നോട് പറയും, ഇന്നെ പോറ്റിയിട്ട് എന്ത് കാര്യമാണ്, ഇന്നേക്കാളും നല്ലതൊരു ഒരു കൊലച്ച വായ വെക്കുന്നതിന്, അതാകുമ്പോൾ ഇടക്കിടക്ക് കൊലയെങ്കിലും ഉണ്ടാവും, എനിക്ക് പോയി തൂങ്ങിച്ചത്തൂടടാന്ന് ഇടക്കിടക്കെൻ്റെ അച്ഛൻ എന്നോട് പറയായിരുന്നു. പക്ഷെ ഇത് കേട്ട് 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 എനിക്കിങ്ങനെ ചുറിഞ്ഞ് കാര്യമായിരുന്നു. ചെറുപ്പത്തിലേ ഇത് കേൾക്കുന്നുണ്ട്, ഇന്നെ കൊണ്ടെന്ത് കോണാ, ഇന്നെ കൊണ്ടെന്ത് കോണാ, ഇത് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു തരൂലേ. അവസാനം ഒരു 10ാം ക്ലാസ്സിൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ദേഷ്യം പിടിച്ചിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ചങ്ങായി, അച്ഛൻ നമുക്ക് ഇഷ്ടമില്ലല്ലോ, ഉപദേശം തീരെ ഇഷ്ടമല്ല, നമ്മളെ നിയന്ത്രിക്കുന്ന ആളെ നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രായത്തിൽ ഞാൻ പറഞ്ഞു, ചങ്ങായിയോട് പറഞ്ഞേക്ക് ഞാൻ ഒറ്റക്ക് മരിക്കൂല, അഥവാ ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ മൂപ്പറിയും കൊണ്ടേ പോവും. അത് പറഞ്ഞതിന് ശേഷം മൂപ്പറങ്ങ് പേടിച്ചു. അതാണ് വിഷയം. നമുക്ക് അല്ലാണ്ട് ഓൻ ചത്താളി ഒന്നും പേടിച്ചൊന്നും കാര്യമില്ല. ഓൻ ചാവൊന്നുമില്ല. ഓൻ ചാവണമെങ്കിൽ രക്ഷകർത്താവല്ലാതായി മാറണം. അതുകൊണ്ടാണ് കണ്ണൂരുള്ള 13 വയസ്സുകാരൻ മരിച്ചത്. ബാപ്പാന്റെ കീശയിൽ നിന്ന് 1500 രൂപ കട്ടതാ ചക്കൻ മൊബൈൽ റീചാർജ് ചെയ്യാൻ. ബാപ്പ പിടിച്ചു. ബാപ്പ പറഞ്ഞു, എന്റെ കീശയിൽ നിന്ന് 1500 രൂപ ആരാ എടുത്തെന്ന് വെച്ചപ്പോ ഉമ്മ പറഞ്ഞു, നിങ്ങൾ ചോദിക്കണ്ടേ, ചെക്കൻ ചത്താളി. ബാപ്പ പറഞ്ഞു, ആദ്യം ഓൻ ചാകുന്നത് എന്റെ കീശയിൽ നിന്ന് പൈസ എടുത്ത് ഓനല്ലേ ചാകേണ്ടത്, എന്റെ പൈസയല്ലേ പോയത്, ഓൻ വരട്ടെ ഞാൻ ചോദിക്കുന്നു പറഞ്ഞപ്പോൾ ഓൻ വരുമ്പം തന്നെ ബാപ്പ ചോദിച്ചു, ഇനി എന്റെ കീശയിൽ നിന്ന് പൈസ എടുത്തിനോടോ? ഓൻ പറഞ്ഞു, ഞാൻ എടുത്തിന് 1500 കിട്ടിയിരിക്കുന്നു, ഞാൻ വിചാരിച്ച 2000-നാണ്, 500 രൂപ നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ബാപ്പ ഒരൊറ്റ അങ്ങ് കൊടുത്തോന് ടക്ക്. അപ്പം മോൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി വാതിൽ കൊട്ടി അടച്ചു. ഫാനിന്റെ മേലെ കെട്ടി തൂങ്ങി മരിച്ചു കളഞ്ഞില്ലേ 13 വയസ്സുകാരൻ. ഈ 13 വയസ്സ്, നിങ്ങളെ 13ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് മരിക്കേണ്ട എന്തെങ്കിലും ചിന്ത ഉണ്ടായിരുന്നു? ജീവിക്കേണ്ട ചിന്ത ഉണ്ടായിരുന്നു? നിങ്ങളെ തൊട്ടടുത്തുള്ള ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തല്ലേ കഴിഞ്ഞ ദിവസം 14 വയസ്സുകാരി പ്രണയത്തിന്റെ പേരിൽ ആ കശുവണ്ടി മാമ തൂങ്ങി മരിച്ചത്? നിങ്ങളുടെ നാട്ടിലല്ലേ? എന്താ നമ്മളെ മക്കൾക്ക് പറ്റുന്നത്? എങ്ങനെയാണ് മക്കൾ ഈ പ്രണയത്തിന് ഇരയാവുന്നത്? അവിടെയും ഈ ലഹരി മരുന്നിന് വലിയ പ്രസക്തിയുണ്ട്. മൊബൈൽ ഫോണിലൂടെ പ്രണയം തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻഡ് ഓഫ്, ഗിൻഡ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ച്, വാട്സപ്പിൽ അവിടെയൊക്കെ കൂട്ടായ്മ സംഘടിപ്പിച്ച് ഈ ലഹരിയുടെ ഒരു പൊടിത്തരി നിങ്ങളെ മക്കളുടെ നാവിന്റെ തുമ്പത്ത് വന്നാൽ ഈ ചങ്ങാതിക്ക് കീഴ്പ്പെടും എന്നുള്ള ബോധവും കൂടി നിങ്ങളെ മനസ്സിലാടുണ്ടായിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മളെ നിയന്ത്രണത്തിൽ നിൽക്കാതെ, നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാതെ വാശിയോടുകൂടി വീറോടുകൂടി നമ്മളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒഴിവായി പോകുന്ന പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എണ്ണം കൂടുന്നത് ഈ ഒരു ലഹരിക്കുള്ള അടിമത്തം കൊണ്ടാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലായിക്കോളി. അവിടെ തിരുത്തണം നമ്മളെ മക്കൾ. ഞാൻ ഒറ്റൊരു ഉദാഹരണം കൂടി പറയാം. നിങ്ങൾ ഇതൊന്നും കളവല്ല, ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം നഗ്നമായ സത്യമാണ്. കഴിഞ്ഞ ദിവസം പോലീസ് വണ്ടി 10:30 മണിക്ക് നമ്മളെ വടകര എന്നല്ല ഞാൻ വടകര എന്ന് പറയുന്നതാണ്, വടകരക്കൂടി പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്നൊരു കിരികിരി എന്നുള്ള ശബ്ദം. പോലീസ് ഓടിച്ചാടി കള്ളനാന്ന് വിചാരിച്ച് ഓടിച്ചു നോക്കുമ്പോ ഒരു 10ാം ക്ലാസ്സിലെ പെൺകുട്ടി, അപ്പുറത്തെ വീട്ടിലെ 16 വയസ്സുകാരൻ അപ്പുറത്തുകൂടി ഓടിക്കളഞ്ഞു, അവനെ കിട്ടിയില്ല. പെൺകുട്ടി പറഞ്ഞു, എന്നെ തൊട്ടാൽ നിങ്ങൾ വിവരം ഞാൻ വാട്സപ്പിലിടും. പോലീസോട് പറയാ 15 വയസ്സുള്ള കുട്ടി വാട്സപ്പിൽ ലൈവ് ഇട്ടോന്ന് പറഞ്ഞു, പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. പോന്ന പോക്കിൽ ഈ കുട്ടിയോട് കുറെ കാര്യങ്ങൾ ചോദിച്ചപ്പോ 7ാം ക്ലാസ് മുതൽ ഈ പെൺകുട്ടി ഈ ആളൊഴിഞ്ഞ അപ്പുറത്തെ പണി പൂർത്തിയാവാത്ത വീട്ടിൽ ഈ പയ്യന്റെ കൂടെ വരുന്നുണ്ട് പോലും. ബാപ്പ ഗൾഫിലാണ്, അച്ഛൻ ഗൾഫിലാണ്. പോലീസ് പുറകിലാക്കിക്കൊണ്ടുവന്ന് ഈ വീട്ടിന്റെ കുട്ടീനെയും കുട്ടി ഇവളെ വീട്ടിലേക്ക് വന്നപ്പോ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. വെല്ലടിച്ചു. പോലീസിനെ കണ്ടതും അമ്മ ചൂടായി. കാക്കിയിട്ട കാപാലികർ എന്തിനാണ് എന്റെ വീട്ടിലേക്ക് വന്നത്? രാത്രി നിങ്ങളോട് ആരാണ് ഇവിടെ വരാൻ പറഞ്ഞത്?
എൻ്റെ അഭിമാനം, എൻ്റെ കുടുംബത്തിന്റെ ചാരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പൊട്ടിത്തെറിച്ച്. പോലീസുകാർ നിങ്ങളെന്തിനാണ് ചൂടാകുന്നത്? ഞങ്ങളിവിടെ വന്നെന്തിനാണെന്നറിയാം, നിങ്ങളെ മോളെവിടെയാണെന്ന് അന്വേഷിക്കാനാണ്. എൻ്റെ മോളെ കുറിച്ച് ഇഞ്ചി നോക്കണ്ട, അതിന് നോക്കാൻ ഇവിടെ ആളുണ്ട്, വല്ല കാരണവരുണ്ട്, മറ്റവരുണ്ട്, എല്ലാവരും ഉണ്ട്. പോലീസ് വിട്ടില്ല. അയാൾ പറഞ്ഞു നിങ്ങളെ മോളെ നമുക്ക് കണ്ടേ പറ്റുള്ളൂ, നിങ്ങൾ ചെന്ന് നോക്ക്, എവിടെയാ മോളുള്ളത് നോക്കൂ. മോള് 10 മണിക്ക് ബെഡ്റൂമിൽ കയറി കിടന്നുറങ്ങുന്ന എൻ്റെ മോളെ കുറിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ചെന്ന് നോക്കൂ പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഓടി ചെന്ന് നോക്കുമ്പോൾ ഓടി തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു എൻ്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞു, ഓളവിടെ കിടന്നുറങ്ങുന്നുണ്ട്, റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. സാറ് പുറകിൽ നിന്ന് ഈ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് ആക്കി ചോദിച്ചു, ഇതാണോ നിങ്ങളെ മോള്? പിന്നെ അമ്മ മേലെ ഇത്ര മോളെ മുഖത്തോട് മുഖം ചേർത്ത് കാണിച്ചു കൊടുത്തിട്ടും അമ്മ ബെഡ്റൂമിലേക്ക് ഓടിപ്പോയി. പോലീസ് കള്ളത്തരം പറയുന്നതാണ്, കാപാലികനാണല്ലോ പോലീസ്. ചെന്നോക്കുമ്പോ എന്താ സ്ഥിതി അറിയോ, 2 തലയാണ് ഇങ്ങനെ വെച്ചിട്ട് പുതപ്പുണ്ട് മൂടീന്. ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കുള്ളൊരു പെണ്ണ് കിടന്ന പോലെ ഉണ്ട്. ഏടിയാ പോയെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, അതാണ് ഈ അമ്മമാരുടെ പ്രത്യേകത. ഇന്നെ എങ്ങനെ പോറ്റിയതാ, എങ്ങനെ പോറ്റിയതാന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു എങ്ങനെ പോറ്റിയതാ? അങ്ങനെ പോറ്റിക്കൊണ്ടാണല്ലോ ഇങ്ങനെ ആയത്. ഇന്നെ കൊണ്ട് എന്തെങ്കിലും പണി ഞാൻ ഇതുവരെ എടുപ്പിച്ചിനോ? അത് തന്നെയാണ് വിഷയവും. ഈ മക്കളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാത്തതാണ് എല്ലാ വിഷയവും. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൂടിപ്പോയതാണ് വിഷയം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇന്ന് മുതൽ മക്കൾ പഠിക്കണ്ട, A+ വേണ്ട. നമ്മളെ മക്കൾക്ക് കിട്ടുന്നുണ്ടേ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അതിൽ സന്തോഷം. അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും ചെയ്യുന്ന സകല പണികളിലും നിങ്ങളെ സഹായിക്കാൻ ഈ കുട്ടികൾ ഉണ്ടാവട്ടെ. എൻ്റെ വീട്ടിലിപ്പോൾ ഞാനത് തുടങ്ങി, നല്ല രസം. എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നാൽ കാണാൻ 1-ാം ക്ലാസ്സുകാരനും 4-ാം ക്ലാസ്സുകാരിയും ഓല ട്രൗസറല്ല ഓല് തിരുമ്പും. ഓല് മാത്രമല്ല നമ്മളെ ട്രൗസർ നമ്മളും തിരുമ്പും, ഇപ്പുറത്തുനിന്ന് ഓല ട്രൗസർ ഓല അപ്പുറത്തുനിന്ന് തിരുമ്പും. മുറ്റം എല്ലാവരും കൂടി അടിച്ചു വരും, രാവിലെ എല്ലാവരും കൂടി മുറ്റം അടിച്ചു വരും. ഓല ബെഡ്റൂം 3 ആളും കൂടി, ഞാൻ അമ്മ എല്ലാവരും കൂടി അടിച്ചു വരും. അടുക്കളയിൽ പച്ചക്കറി ഓല് മുറിച്ചിടും, പാത്രം കഴുകും, എല്ലാം ചെയ്യണം. അത് ഞാൻ ചെറുപ്പത്തിൽ ചെയ്യുന്നുണ്ട്, ഓല് ചെയ്യുന്നുണ്ട് നമ്മളോട്. പക്ഷെ നമ്മളെ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസം ഒരു എന്താ പറ്റിയെന്നറിയോ, കഴിഞ്ഞ ദിവസം അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോൻ, 1-ാം ക്ലാസ്സിലെ മോൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്ന് സ്കൂൾ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്തായിരുന്നു ക്ലാസ്? കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ അച്ഛനെയും പിടിച്ച് പോലീസ് പോകും. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞത്? ഒരു മാമൻ വന്ന് പറഞ്ഞതാണ്, നമ്പർ ബുക്കിലുണ്ട്, ഞാൻ ഇപ്പം വിളിക്കും, നിങ്ങൾ ജയിലിൽ പോവും, കാണിച്ചു തരാം നിങ്ങൾക്ക്, എന്നെ കൊണ്ട് കുറെ കാലമായി നിങ്ങൾ പണിയെടുപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇനിയിപ്പം എന്ത് പണിയെടുക്കുന്നത്? ഇനി ആരെ ട്രൗസറാ തിരുമ്പുന്നത്? ഓൻ പറഞ്ഞു എൻ്റെ ട്രൗസർ, ഓൻ്റെ ട്രൗസർ. ഞാൻ ആ മനുഷ്യൻ പറഞ്ഞത് എന്താ സാറെന്താ പറഞ്ഞു തന്നത്? ബാലവേല ചെയ്യിക്കുക എന്നല്ല. അത് തന്നെ, ബാലവേല ചെയ്യിച്ചാൽ അച്ഛാ ജയിലിൽ പോവും അച്ഛേ. ഞാൻ ചോദിച്ചു ഇഞ്ചി ചെയ്യുന്നത് ബാലവേലയാണോ? അപ്പോൾ ഓൻ എന്നോട് ചോദിക്കുക എന്താ അച്ഛാ ബാലവേല? നിങ്ങളറിയോ എന്താ ബാലവേല? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു ഇനി ഇപ്പം തിരുമ്പുന്ന ട്രൗസർ ആരതിൽ ട്രൗസറാണ്? ചെക്കൻ പറഞ്ഞു എൻ്റെ ട്രൗസർ. ഞാൻ പറഞ്ഞു അങ്ങട്ടല്ല, ബാലേട്ടൻ്റെ ട്രൗസർ ഇന്നെ കൊണ്ട് തിരുമ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ബാലവേല. ഞാൻ തിരുമ്പിച്ചിനോ? ഇല്ല. ഇന്റെ ബെഡ്റൂം ഇനി വൃത്തിയാക്കുന്നില്ലാണ്ട് അങ്ങട്ടല്ല ബാലേട്ടൻ്റെ ബെഡ്റൂം ഇനി വൃത്തിയാക്കിയിട്ടുണ്ടോ? ഇല്ല. അവിടുത്തെ മുറ്റം പോയിട്ട് എന്നെ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് തിന്നേണ്ട സാധനം നീ പീടിയെ പോയിട്ട് വാങ്ങിക്കൊണ്ടോന്നല്ലേ? അതെ. എന്നാ മിണ്ടാണ്ട് നിന്നോ, നീ സ്വയം പര്യാപ്തമാവാൻ ഇത് മാത്രമേ രക്ഷയുള്ളൂ, അതുകൊണ്ട് ഇനി പണിയെടുക്കണം. അതുകൊണ്ട് ഓനിപ്പോൾ എന്താണെന്നറിയോ, നിൽക്കുവാൻ നേരെയില്ല. അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അത്. അപ്പോൾ ഇപ്പം പറയുന്നുണ്ട് ഇതിലും നല്ലത് പഠിക്കുന്നേനും. ആയിക്കോട്ടെ, ഇനി പഠിക്കണോ? പഠിച്ചോ. പക്ഷെ ഈ വെറുതെ ഇങ്ങനെ ഇരിപ്പിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ എൻ്റെ മോൻ ചീത്തയായി പോകും, കൈക്ക് തയമ്പ് കിട്ടുന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഈ മക്കള് അറിയാതെ ഏതോ ഒരു ലഹരിയുടെ ലോകത്തേക്ക് മാറും. ജീവിതം ലഹരിയാകണമെങ്കിൽ ബാപ്പയുടെയും ഉമ്മയുടെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും സ്നേഹവായ്പകൾ പങ്കുവെച്ച് കിട്ടുന്ന കുട്ടിക്കേ മനസ്സിലാവുള്ളൂ. ഉമ്മേനെ കാണുമ്പോൾ ചിരി വരണമെങ്കിൽ ഉമ്മയായിരിക്കണം, ബാപ്പനെ കാണുമ്പോൾ ചിരി വരണമെങ്കിൽ ബാപ്പയായിരിക്കണം. അതിന് പണി കൊടുക്കണം. പണി എന്ന് പറഞ്ഞാൽ തിന്നും കൊടുക്കലല്ല പണി. നമ്മളോടൊപ്പം ചേർത്ത് ഒരു മനുഷ്യ കുട്ടിയായിട്ട് പോട്ടെ. അങ്ങനെ നിങ്ങളോടൊപ്പം ചേർത്ത് ജീവിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മഹൽ കമ്മിറ്റി നടത്തിയ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ നിങ്ങളെ വീട്ടിലെ സകല കുട്ടികളെയും ഭാര്യയും ഒക്കെ കൂട്ടി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊന്നും പേടിക്കണ്ട. ഈ 10 വയസ്സിലും 11 വയസ്സിലും ഒക്കെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 70 വയസ്സാകുമ്പോൾ 90 വയസ്സാകുമ്പോൾ ഐറ്റുകൾ പോകുമ്പോൾ നിങ്ങളെയും കൂട്ടും, ചോയിൽ വെച്ച് കൂട്ടിക്കൊണ്ടുവരും. കാരണം ചൊട്ടയിൽ നിങ്ങൾ പഠിപ്പിച്ചതാ എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകാമെന്ന്. ആ പഠിപ്പോലെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. അതല്ല പഠിക്കാൻ വേണ്ടി റൂമിലിട്ട് മൊബൈൽ ഫോണും കൊടുത്ത് ഇരിപ്പിക്കുകയാണെങ്കിൽ
നിങ്ങളെ 90 വയസ്സിൽ നിങ്ങളെ കഥ കഴിഞ്ഞ് അയറ്റുള്ള ഒരു റൂമിൽ നിങ്ങളെ ചവിട്ടി കൂട്ടിയിട്ടേക്കും. ആ റൂം ഒന്നുകിൽ ഏതെങ്കിലും ഒരു വൃദ്ധസദനമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളെ മക്കളെ ചീത്തയാക്കുന്നത്. നിങ്ങളാണ് നിങ്ങളെ മക്കൾക്ക് ലഹരി കൊടുക്കുന്നത്. ബാപ്പയും ഉമ്മയും ലഹരി അല്ലാത്തിടത്തോളം കാലം നമ്മളെ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളെ മക്കൾ ഒന്നിന്റെ ലോകത്തേക്ക് നശിച്ചു പോകരുത്. തെറ്റ് കണ്ടാൽ തിരുത്താൻ, ശാസിക്കാൻ, ഉപദേശിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബൈക്ക് ഓടിക്കരുത് എന്ന് നിയമമുള്ള നാടാണ് നമ്മളെ നാട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പറയുന്നു 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കരുത്. ലൈസൻസ് ഇല്ലാത്ത ആളുകൾ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കരുത്. വണ്ടിക്ക് വേപ്പറില്ലാത്ത ഒരു വണ്ടി റോഡുമിൽ ഇറക്കരുത്. ഇന്ന് നിയമമുള്ള നാട്ടിൽ +2കാരൻ ബൈക്ക് എടുത്ത് ചീറിപ്പായിപ്പിക്കുന്നത് ഞാൻ വരുമ്പോൾ കണ്ടിരുന്നു. ആരാണ് കുറ്റവാളി? ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറയുന്നു 18 വയസ്സിന് താഴെയുള്ള ബൈക്ക് ഓടിക്കരുത്. പിന്നെ നിങ്ങളെ മക്കൾ എന്തിനാ ഓടിച്ചത്? ആരാണ് മക്കളെ കള്ളനാക്കി വളർത്തിയത്? നിങ്ങൾ തന്നെയാണ് കള്ളനാക്കി വളർത്തിയത്. എന്റെ അച്ഛനോടും അവിടുത്തെ വീട്ടിലെ മുഹമ്മദിന്റെ ബാപ്പയോട് ഞാൻ അതിന് കടപ്പെട്ടിരിക്കുന്നു. എനക്കും നിങ്ങളെ മക്കളെ പോലെ തന്നെ ബൈക്ക് ഓടിക്കാനൊക്കെ ഇട്ടുണ്ടായിരുന്നു. 15ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, മുഹമ്മദിന്റെ ബാപ്പയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ബൈക്ക് വേണം. അച്ഛൻ പറഞ്ഞു, ബൈക്ക് വാങ്ങിച്ചു തരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിയമത്തിനനുസരിച്ച് വളർന്നിട്ടില്ലെങ്കിൽ നമ്മൾ കള്ളനാന്ന സമൂഹം. നിയമവിരുദ്ധ പ്രവർത്തനത്തിന് കുറ്റമെന്നും കുറ്റം ചെയ്തവൻ കള്ളനുമാണ്. അതുകൊണ്ട് മോൻ 18 വയസ്സിന് താഴെ ബൈക്ക് ഓടിക്കാൻ പാടില്ല എന്ന നിയമമുള്ള നാട്ടിൽ എൻ്റെ മോൻ കള്ളനായി ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ പിന്നെ രക്ഷയില്ലല്ലോ, നമ്മൾ തകർന്നുപോയി. ഏതെങ്കിലും അച്ഛൻ കള്ളനല്ല ജീവിക്കും, ഇനി കള്ളനാന്ന് പറയുമ്പോൾ തകർന്നുമില്ലേ? അപ്പം ഞാൻ ചോദിച്ചല്ല, 18 വയസ്സ് കഴിഞ്ഞാൽ വാങ്ങി തരുമോ? അന്നേരം നോക്കാം. അച്ഛൻ വീമ്പിളക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ എത്ര പൈസ വേണമെങ്കിലും ഇട്ടുതരാം, ബൈക്ക് വാങ്ങുന്നതിനൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കള്ളനായിട്ട് ഇനി ജീവിക്കരുത്. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഇടണ്ടങ്ങൾ, പിന്നെ 18 കഴിഞ്ഞിട്ട് വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 16, 17, 18 വയസ്സ് വരെ ഞങ്ങൾ ഇങ്ങനെ കാത്തു നിന്നു. 18ാമത്തെ വയസ്സിൽ വീണ്ടും ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ബൈക്ക് ഒരൊറ്റ അടിയാണ് പുറത്ത്. എന്നിട്ട് പറഞ്ഞു, ഇനി അധ്വാനിച്ച് വാങ്ങേണ്ടതാണ് ബൈക്ക്, എൻ്റെ അച്ഛൻ്റെ ഇതിനു കൊണ്ട് വാങ്ങേണ്ട സാധനമല്ലത്. ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ 15 വയസ്സ് പറഞ്ഞു? അങ്ങനെ പലതും ഞാൻ പറയും. ഇപ്പോ ഇനി അധ്വാനിച്ചിട്ട് വാങ്ങണം. ഇനി എനക്കില്ലേ അച്ഛനെ കൊല്ലുവാനുള്ള സഹിക്കാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ വിട്ടില്ല. ഞാൻ അന്ന് രാത്രി മുഴുവൻ ആലോചിച്ചു എങ്ങനെയെങ്കിലും ബൈക്ക് വാങ്ങണം. പിറ്റേന്ന് രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ സ്വത്ത് ഓതി വെക്കണം. എന്തിനു ചോദിച്ചപ്പം പറഞ്ഞു, എനിക്കത് വിറ്റിട്ട് ബൈക്ക് വാങ്ങണം. മട്ടലെടുക്കണമെന്ന് ചോദിച്ചു. അവന് വേണ്ട. അങ്ങനെ എനക്കും മുഹമ്മദിനും ഇതിനോടുള്ള ദേഷ്യം, അച്ഛനോടുള്ള ദേഷ്യം ഇങ്ങനെ വന്നു. ഞങ്ങൾക്ക് എന്തായാലും ബൈക്ക് വാങ്ങുന്നുള്ള വാശി ഞങ്ങളെ മനസ്സിലായി. അങ്ങനെ ഓർക്കാട്ടേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു പാരലൽ കോളേജ് തുടങ്ങി. 2018, 19, 20, 21ാമത്തെ വയസ്സിൽ ഒരു ഡിസംബർ മാസമാകുമ്പോൾ എൻ്റെ പെട്ടി, ഞങ്ങളെ 2 പേരെ പെട്ടി തുറന്നു നോക്കുമ്പോൾ 28,000 രൂപയിലുണ്ടായിരുന്നു. അങ്ങനെ 28,000 രൂപ നോക്കുമ്പോൾ ഒരു ബുള്ളറ്റ് വാങ്ങേണ്ട പൈസ. അപ്പൊ ഞങ്ങൾക്ക് 27,500 രൂപയ്ക്ക് മുക്കാളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു ബൈക്ക് ബുള്ളറ്റ് കിട്ടി. ബുള്ളറ്റാണ് നമ്മൾ നോക്കിയെടുക്കുന്നത്, കാരണം ഒച്ച ഉണ്ടാവില്ല നല്ലത്. അങ്ങനെ അയാൾ പറഞ്ഞപ്പോൾ അയാൾ 27,500 രൂപയ്ക്ക് ബുള്ളറ്റ് തന്നു. ഞങ്ങൾ 2 പേരും ബുള്ളറ്റ് എടുക്കാൻ പോയി. വാങ്ങി കച്ചവടം 27,500 കൊടുത്തു. ബുള്ളറ്റിന്റെ താക്കോല് തന്നു, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത്, ഇത് സ്റ്റാർട്ടാക്കണമല്ലോ, ഞങ്ങൾക്ക് 2 ഇത് ഓടിക്കുന്ന അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ ഓർക്കാട്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഗുഡ്സ് വരട്ടെ, ഗുഡ്സ്. അങ്ങനെ ഒരു ഗുഡ്സ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഗുഡ്സിലേക്ക് ഈ ബുള്ളറ്റ് വെക്കുവാണ്. അങ്ങനെ ഇത് ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് അതിന് നല്ല ഒച്ച, ഇപ്പത്തെ ഒച്ച കേട്ടില്ല നിങ്ങൾ, അതുപോലത്തെ ഒരൊച്ച ഇതിനാക്കണം എന്ന് പറഞ്ഞു. അത് നമ്മളോടുള്ള ദേഷ്യമുള്ള ആരും കേട്ടോ, ഓൻ നമ്മൾ നോക്കണം, എന്താ നല്ലവനായ. കാരണം അപ്പം എന്തായാലും വളരെ ബുള്ളറ്റിന് ഒച്ചയൊക്കെ കൂട്ടി എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തെത്തിച്ച് അച്ഛൻ 2:30 മണിക്ക് കിടന്നുറങ്ങുന്ന സമയം. അപ്പോൾ ഗുഡ്സുകാരനോട് പറഞ്ഞു, ഇറക്കല്ല, കുറച്ച് കഴിയട്ടെ. അങ്ങനെ ഗുഡ്സുകാരനും ഞാനും കൂടി ഇങ്ങനെ ഗുഡ്സ് ഉന്തിയിട്ട് ഇത് താഴെ വെക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, താഴെ വെക്കരുത്, ഇത് ചേതി എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ നിങ്ങൾക്ക് വീട്ടിൻ്റെ സൈഡിൽ വെച്ച്. ഞാൻ പറഞ്ഞു, ചേതിമേലാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ ചോദിച്ചു, വല്ലാത്ത എന്തെന്ന് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾക്ക് ഓടിക്കുന്ന അറിഞ്ഞൂടാ, നിങ്ങൾക്ക് ഇത് ചാട്ടാക്കുന്ന അറിഞ്ഞൂടാ, ഇപ്പം നിലത്തും വെക്കരുത്, മേലെ വെക്കണം പോലും. അങ്ങനെ ഇത് വേറെ തന്നെയാണ്, അത് ഇത് വേറൊരു സംഗതിക്കാണ്. അങ്ങനെ നമ്മൾ 2 പേരും കൂടി 3 പേരും കൂടി ഈ ബൈക്ക് ഈ ചേതിമ കൊണ്ടാച്ചു. അച്ഛൻ കിടക്കുന്ന ബെഡ്റൂമിന്റെ വാതിലിന്റെ തൊട്ട് താഴെ. ഞാൻ പറഞ്ഞു, ബുള്ളറ്റ് ബൈക്കാരനോട് ഗുഡ്സുകാരനോട് ചോദിച്ചു, ഇനി ഇത് ഓടിക്കുമോ? ഒമ്പനെ ഓടിക്കുന്നതാണ്, ഞാൻ സ്റ്റാർട്ടാക്കും. ഞാൻ പറഞ്ഞു, പോവല്ല, ഇത് സ്റ്റാർട്ടാക്കണം. അങ്ങനെ ഞാൻ 2 അപ്പുറത്തോട്ട് ചെന്ന് നോക്കി. അച്ഛൻ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, സ്റ്റാർട്ടായിക്കോ. അങ്ങനെ ഗുഡ്സുകാരെയും ബുള്ളറ്റ് അങ്ങ് സ്റ്റാർട്ടാക്കി.
ഈ പോയ ഒച്ച പോലെ ടപഡോ എന്ന് പറയുന്ന നിലവിളിക്കുന്നൊരു എല്ലാം കൂടി പൊട്ടി വീഴുന്നൊരു ഒച്ച കേട്ടപ്പോ അകത്തുനിന്നൊരൊച്ച ഡൂം നോക്കുമ്പോ അച്ഛൻ കട്ടുമെന്ന് വീണതാ. അവിടുന്ന് ഒരൊറ്റ എണീക്കലാണ്. ആ എണീക്കലായിട്ട് ജനവാതിൽ തുറന്നിട്ട് തെറി വിളിക്കുന്നതിനേക്കാളും മുമ്പേ ഞാൻ പറഞ്ഞു, ബുള്ളറ്റ് എന്റേതാ. ഞാൻ 2-3 പ്രാവശ്യം സ്ട്രെസ് ചെയ്ത് പറഞ്ഞു, ബുള്ളറ്റ് എന്റേതാ. അച്ഛന്റെ കണ്ണിൽ നിന്ന് തെറി വിളിക്കാൻ വന്ന വായിൽ നിന്ന് ആ തെറിയുടെ രൗദ്രഭാവമുള്ള കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ വീണു. മുഹമ്മദ് എന്നോട് പറഞ്ഞു, കുശുമ്പ് നമ്മൾ വാങ്ങിയതിനുള്ള കുശുമ്പ. പക്ഷേ കാലം കടന്നുപോയി. ഞാനൊരു അച്ഛനായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അച്ഛന്റെ കണ്ണിൽ നിന്ന് അന്ന് വീണത് കണ്ണുനീരിന്റെ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ കണ്ണുനീരായിരുന്നില്ല. എൻ്റെ മോൻ സ്വന്തം അധ്വാനിച്ച് എൻ്റെ അവിടെ വാശി തീർക്കാൻ വേണ്ടി ബുള്ളറ്റ് വാങ്ങിയല്ലോ എന്നുള്ള സന്തോഷത്തിന്റെ കണ്ണുനീരായിരിക്കുമെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ 15-ാമത്തെ വയസ്സിൽ അച്ഛൻ എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ഈ മൈക്കൊക്കെ പുറകിൽ എന്നെ നിങ്ങൾ സഹിക്കേണ്ടി വരുമായിരുന്നില്ല. ഓർക്കാട്ടയിലോ കുണ്ടടയിലോ അല്ലെങ്കിൽ ആ ആണിയിലോ കഞ്ചാവോ മയക്കുമായിരുന്നു അടിച്ചിട്ട് ഞാൻ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങേണ്ടവനാണ് ഞാൻ. പക്ഷെ അച്ഛൻ കഷ്ടകാലത്തിന് കള്ളനാവാതിരിക്കാൻ എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തരാത്തത് കൊണ്ട്, അച്ഛനോടുള്ള വാശി തീർക്കുന്നതിന് വേണ്ടി പാരലൽ കോളേജിൽ ക്ലാസ് എടുത്തതുകൊണ്ട്, PSC പരീക്ഷയെക്കുറിച്ച് ബോധമുള്ളതുകൊണ്ട്, എനിക്ക് ഇഷ്ടമില്ലാത്ത മേഖലയാണെങ്കിലും ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന പോലീസിലേക്ക് വരാനുള്ള മാർഗം തുറന്നു തന്നത് എൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛന് നട്ടലുണ്ട് എന്ന് ആത്മാഭിമാന ബോധത്തോടു കൂടി തന്നെ പറയും. അതേപോലെ നട്ടലിലുള്ള അച്ഛനാവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും. പക്ഷെ എൻ്റെ കൂട്ടുകാരൊന്നും ചെയ്യുന്ന അങ്ങനെയല്ല. ഈ ഇമ്മക്ക് കിട്ടാത്തെല്ലാം മക്കൾക്ക് കിട്ടണം എന്നാണ്. ബുള്ളറ്റ് നമുക്ക് 12 വയസ്സ് എൻ്റെ അച്ഛമായി തന്നോ, അതുകൊണ്ട് ഞാൻ 12 വയസ്സിലെ വാങ്ങിച്ചു കൊടുക്കുമെന്നുള്ള വാശിയുടെ രക്ഷകർത്താക്കളുണ്ട് എൻ്റെ മുമ്പിൽ. തിരുത്തണം. നിങ്ങളെ മക്കൾ കഞ്ചാവ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമോ? മക്കൾ മദ്യം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമോ? അതേപോലെ നിയമത്തിന് വിധേയമല്ലാത്ത ഒരു സംഗതിയും വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവരുത്. മക്കളോട് കള്ളനായി ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അല്ലെങ്കിൽ കള്ളനായി ജീവിക്കുന്നത് കാണാൻ ഈ ബാപ്പയ്ക്ക് ഈ ഉമ്മയ്ക്ക് കരുത്തില്ല എന്ന് കണ്ണിലേക്ക് നോക്കി പറയാനുള്ള ചങ്കൂറ്റം, കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മളെ മക്കള് നമ്മളെ നല്ലവണ്ണം പറ്റിക്കുമെന്നുള്ള നല്ല ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് നിങ്ങൾ നിങ്ങളെ ബാപ്പേനെയും ഉമ്മേനെയും പറ്റിച്ച് നോക്കിയാൽ മതി. ഞാനല്ല എൻ്റെ അച്ഛനെയും അമ്മേനെല്ലാം നല്ല പറ്റിച്ചില്ല. ടൈം ടേബിൾ മാറ്റാൻ വേണ്ടി പൈസ വാങ്ങിക്കും നമ്മളെ. ഇന്ന് ടൈം ടേബിൾ മാറ്റും 5 റുപ്യ വാങ്ങിയില്ലേ? അന്ന് ആകെ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, എല്ലാം നിങ്ങൾ എന്ത് പൊട്ടത്തിയാണ്, നിങ്ങളെ ഞാൻ എത്ര പറ്റിച്ച്? ടൈം ടേബിൾ മാറ്റാൻ പൈസ വാങ്ങിയില്ല ഞാൻ. നിങ്ങൾ എന്ത് അമ്മയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, പൊട്ട വെണ്ടിമുട്ടായി വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച തന്നെയാണ്, അറിഞ്ഞൂടാന്നിട്ടാന്ന് വിചാരിക്കരുത്. പക്ഷെ എൻ്റെ മോളിനെ പറ്റിക്ക് നിന്നു പോയിക്കോളി. അന്നത്തെ പറ്റിക്കലല്ല ഇന്നത്തെ പറ്റിക്കൽ. അതുകൊണ്ട് നമ്മളെ മക്കൾ നമ്മൾ 100% വിശ്വസിക്കരുത് എന്ന് പറയുന്നില്ല, പക്ഷേ കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മളെ മക്കളെ ബെഡ്റൂമിലേക്ക് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഞാൻ 1.5 വയസ്സുള്ള അമ്മയ്ക്ക് കുട്ടിയെ ചുമരോടടിച്ച് കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ആ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കി ഒരു പ്രാവശ്യം പോലും ആ അമ്മ ചിരിച്ചിട്ടുണ്ടാവില്ല. ഒരു പ്രാവശ്യം പോലും കണ്ണിലേക്ക് നോക്കി മുലയൂട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ മുലയൂട്ടുന്ന, അങ്ങനെ ചിരിക്കുന്ന ഒരമ്മയ്ക്കും ഈ 1.5 വയസ്സുകാരനെ ചുമരോടടിച്ച് കൊല്ലാൻ കഴിയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ മക്കൾ ഒളിച്ചോടാതിരിക്കാൻ, നിങ്ങളെ മക്കൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, നിങ്ങളെ മക്കൾ നശിക്കാതിരിക്കാൻ ഒരു സിസ്റ്റത്തിന്റെ കീഴിൽ നിങ്ങളെ മക്കൾ, അതിന് മഹൽ കമ്മിറ്റിക്ക് കൃത്യമായ റോളുണ്ട്. കൃത്യമായി മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ നിയമബോധവൽക്കരണം നടത്തി, സൈബർ ലോകത്തെക്കുറിച്ച് കൃത്യമായ അവബോധം നടത്തി അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട അതൊന്നും ആരും പറഞ്ഞിട്ടില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കട്ടെ, കമ്പ്യൂട്ടർ ഉപയോഗിക്കട്ടെ. പക്ഷേ പഠിക്കേണ്ടതിന് നമ്മുടെ മുമ്പിൽ നിന്ന് പഠിക്കാൻ മക്കൾക്ക് തയ്യാറാവണം. വിളിക്കുമ്പോൾ ആരാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ മൊബൈൽ ഫോൺ ഇന്ന ബാപ്പ നിങ്ങൾ നോക്കിക്കോളി എന്ന് പറയാനുള്ള രീതിയിലേക്ക് നിങ്ങളെ മക്കളുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റണം. എൻ്റെ ഭാര്യയ്ക്ക് അസുഖങ്ങളുണ്ട്. ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ ഏന്തി വെക്കും. എന്ത് ഞാൻ പറയും, ഇനി ഏന്തി വെക്കും. ഓള് പറഞ്ഞാൽ എനിക്ക് അവകാശമുണ്ട്. ഞാൻ പറഞ്ഞാൽ എന്നാൽ എനിക്ക് വരുമ്പോൾ ഞാനും നോക്കും. അപ്പോൾ ഓൾക്ക് ഓള് വരുമ്പോൾ ഞാനും ഏന്തി വെക്കും. എനിക്ക് സംശയമാണ്. ഇത് കണ്ടു വളരുമ്പോൾ ഇപ്പം എൻ്റെ മക്കളും നോക്കുന്നുണ്ട്. അച്ഛാ ആരെയാ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിക്കുമ്പോൾ ഞാനും നോക്കും. അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായപ്പോഴാണ് ഞാനതിന് നമ്മളെ വീട്ടിലൊരു സൊല്യൂഷൻ കണ്ടത്. മൊബൈൽ ഫോൺ മേശപ്പുറത്ത് വെക്കുന്ന ഒരു സൊല്യൂഷൻ. അത്രയേ ഉള്ളൂ. എല്ലാവരും മൊബൈൽ ഫോൺ മേശപ്പുറത്ത് വെക്കുക.
ലഹരിയുടെ, ചതിക്കലിന്റെ, ഒളിച്ചോട്ടത്തിന്റെ ഏറ്റവും ഭീകര ചതുരക്കട്ടയായ ഈ മൊബൈൽ ഫോണിനെ നെഞ്ചോട് ചേർക്കുന്നതിന് പകരം ഒരു ഉപകരണം എന്ന രീതിയിൽ മേശപ്പുറത്ത് വെക്കാൻ നിങ്ങൾ തയ്യാറാവണം. ബാപ്പ ഇവിടെ വെക്കട്ടെ, ഉമ്മ ഇവിടെ വെക്കട്ടെ, മക്കളെല്ലാം ഇവിടെ വെക്കട്ടെ. ഇതെല്ലാം കണ്ട് ചെറിയ കുട്ടികൾ വളരട്ടെ. എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ വെച്ചില്ല. 85 പറയാ, ഇനി ഞാൻ ഒരു വർത്താനും ഇല്ല. 85 വയസ്സുള്ള അമ്മ ഇന്നലെ ഒളിച്ചോടിക്കുന്നുണ്ട്. നിങ്ങളടുത്ത് പോകണ്ട, നിങ്ങൾ ഒളിച്ചോടും. അതുകൊണ്ട് അത് പറ്റൂല. നിങ്ങൾ ഒളിച്ചോടിയാൽ എനിക്ക് പുറത്തിറങ്ങി നടക്കണോ? നിങ്ങൾ പോകുന്നതല്ല വിഷയം. ഇവിടെ വെക്ക്. അവനവിടെ വെച്ചോ, അവിടെ വെച്ചോ. ഇപ്പം അവിടെ വെക്കുന്നുണ്ട്. എൻ്റെ സുന്ദരിയായ ഭാര്യയോട് പറഞ്ഞു, ഇവിടെ വെക്ക് ഫോണ്. ഞാൻ ഒന്നും പറയണ്ട, ഇവിടെ വെക്കുന്നു. ഞാൻ ഇവിടെ ഉപയോഗിക്കണ്ടെന്നല്ലോ പറഞ്ഞു. എനിക്കിവിടെ വെക്കുന്നത് എന്താ? അപ്പോൾ പറഞ്ഞു, എത്ര നല്ല ഭർത്താക്കന്മാർ എനിക്ക് പണ്ട് വന്നിനേനു. ഞാൻ അതിഞ്ഞ് പറയണ്ട, എനിക്ക് അതിലും നല്ല വന്നിനേനു. കിട്ടി ഇനിയാന്നേ പറയുള്ളൂ. അതുകൊണ്ട് അതൊന്നും ഇനി വന്നിയും പോയൊന്നും പറയണ്ട, ഇനി ഫോൺ ഇവിടെ വെക്കും. അങ്ങനെ ഓളും വെച്ച്, ഇട്ടയില്ലാണ്ട് ഞാനും വെച്ച്. നല്ല രസമായി. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നോ. ഇപ്പോൾ പണ്ട് 1.5 മണിക്കൂർ ഫോൺ വളർത്ത ഭാര്യക്കൊന്നും ആരോടും സംസാരിക്കുകയില്ല. ഇപ്പോൾ കഴിഞ്ഞ്. പക്ഷെ എൻ്റെ വീട്ടിൽ പ്രശ്നം എന്താ പറയുമ്പോൾ, കാണ്ടം നിറച്ചും കാടാ. അമ്മക്ക് ഫോണ് വരുമ്പോൾ അമ്മ കണ്ടത്തിൽ അങ്ങ് പോകാനും പറമ്പിൽ ആ ചുമരിന് ആടുള്ള പുല്ലെല്ലാം പറിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക. ഇപ്പോൾ കണ്ടെല്ലാം നല്ല വൃത്തിയുണ്ട്. ഇപ്പൊ ഫോണും കൊണ്ട് കണ്ടത്ത് പോകാത്തതുകൊണ്ട് വൃത്തിയില്ല. പറമ്പിലെല്ലാം കാട് പിടിച്ചിട്ട് സാരമില്ല. എൻ്റെ ഭാര്യക്ക് ഫോൺ വരുമ്പോൾ ഭാര്യ കട്ടിൻ്റെ അടിയിലേക്കാണ് പോയിരുന്നത്. കട്ടിൻ്റെ അടിയിലെല്ലാം നല്ല വൃത്തി ഉണ്ടായിരുന്നു. മണ്ണാമ്പിലൊന്നും ഇല്ലേനും. ഓളിങ്ങനെ എല്ലാം വൃത്തിയാക്കുവാനും. കട്ടിൻ്റെ അടിയിൽ 1.5 മണിക്കൂർ ചിലവാക്കണ്ടല്ലേ. പക്ഷെ ഇപ്പൊ ഫോൺ മേശപ്പുറത്ത് വെച്ചപ്പോൾ എൻ്റെ വീട്ടിലെ കട്ടിൻ്റെ അടിയിൽ കാണുവാൻ പറ്റുന്നില്ല. മണ്ണാമ്പില നിറഞ്ഞിന്. സാരമില്ല, മണ്ണാമ്പില നിറഞ്ഞാലും കാട് നിറഞ്ഞാലും വീട്ടിൽ സമാധാനമുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ എൻ്റെ ഭാര്യക്കറിയാം, ഭാര്യയുടെ ഫ്രണ്ട്സിനെ എനിക്കറിയാം, എൻ്റെയും ഭാര്യനെയും ഫ്രണ്ട്സിനെ മക്കൾക്കറിയാം. അങ്ങനെ സകലരെയും പരിചയമുള്ള ഒരു ചിരിക്കുന്ന, സംസാരിക്കുന്ന ഒരു കുടുംബമായി എൻ്റെ കുടുംബത്തെ മാറ്റാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളും ശ്രമിക്കണം. മക്കളോട് സംസാരിക്കുന്നത് വലിയ കുഴവായിട്ടൊന്നും വിചാരിക്കണ്ട. മക്കളോട് സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ചില്ല, കോന്തപ്പം സംസാരിക്കും. ഒരു ശാസ്ത്രീയമായ സംഗതിയും കൂടി ഉണ്ട്. വാട്സപ്പിലൂടെയാണ് എല്ലാവരും നശിച്ചു വന്നത്. എൻ്റെ ഭാര്യ നിങ്ങളെ ഭാര്യയെല്ലാം നശിക്കാൻ സാധ്യതയുള്ളതും തൂങ്ങി മരിക്കുന്നതൊക്കെ ഒളിച്ചോട്ടത്തിനൊക്കെ കാരണം ഇതാവും. അതിന് കാരണം ഒന്നുണ്ട്. ഒറ്റ കാര്യം കൂടി നിങ്ങൾ മനസ്സിലായിക്കോളി. ഒരു മനുഷ്യൻ നിങ്ങൾക്കും എനക്കും എല്ലാം ദിവസം 5000 വാക്ക് സംസാരിക്കണം. എത്ര വാക്ക് സംസാരിക്കണം? ഒന്ന് പറഞ്ഞു നോക്ക്. എത്ര? 5000. നിങ്ങൾ സംസാരിക്കാറുണ്ടാ? സംസാരിക്കും. ഞാനും 5000 വാക്ക് സംസാരിക്കണം. എനക്കാണെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ 5000 കഴിഞ്ഞു. ഞാൻ രാവിലെ ഒരു ക്ലാസ് എടുത്തിന്. ആടെയാവും ഇപ്പൊ ഞാൻ 10,000 സംസാരിച്ചു കഴിഞ്ഞു. ഒരു മനുഷ്യന് സംസാരിക്കേണ്ട 5000 ആണ്. ഇപ്പൊ എൻ്റെ ഭാര്യ എൻ്റെ അവിടെ നിന്ന് 5000 പറയാൻ മുട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഓള് മക്കളോട് 2 വർത്താനം പറയണ്ട. പോയി പഠിക്ക്, പോയി തിന്നോ, ഇനി ഇങ്ങനെ നിന്നോ, അങ്ങനെ ഒരു 10 വാക്ക് അവൾ ആകെ പറയണം. മക്കളോട് പഠിക്ക്, തിന്ന് എന്നല്ലാണ്ട് വേറൊന്നും ഓള് സംസാരിക്കാറില്ല. വെളിമണ്ണ അങ്ങനെയല്ല കേട്ടോ. ഭാര്യ മക്കളോട് മക്കളോ തങ്കുടു എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും. അങ്ങനെ 10 വാക്ക് മാത്രം സംസാരിച്ചിരിക്കുന്ന ഒരു ഭാര്യ ഉണ്ട് എൻ്റെ വീട്ടിൽ. 4990 വാക്കൊക്കെ ബാക്കിയുണ്ട്. ഞാനാണെ 10,000 സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യ തുടങ്ങുകയാണ് 4990 അപ്പാട് കല്യാണം വന്ന് അപ്പാട് മിണ്ടാണ്ട് കിടന്നു കളിച്ചിട്ട്. ഇത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അല്ല 4990 ഇങ്ങനെ മുട്ടുന്നാണല്ലോ. അങ്ങനെ എന്നോട് സംസാരിക്കാൻ പറ്റാതെ സംസാരിക്കാമെന്ന് വിചാരിച്ച എൻ്റെ ഭാര്യയെ കട്ടുമ്മ പോയി കിടക്കും. എന്നോട് ദേഷ്യം പിടിച്ചിട്ട് വാതിലടക്കുന്നു, വാട്സപ്പ് തുറക്കുന്നു. നോക്കുമ്പം അതിൽ കുറെ ഗ്രൂപ്പ് ഉണ്ടല്ലോ. 10ാം ക്ലാസ്സിൽ തോറ്റ ഗ്രൂപ്പ്, ബസ്സിന്റെ ഉള്ളിലെ ഗ്രൂപ്പ്, ബയ്യന്നെ നടന്ന ഗ്രൂപ്പ്, അങ്ങനെ കുറെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ബയ്യന്നെ നടന്ന ഗ്രൂപ്പിൽ 2-3 പച്ച കാണുന്നു. അപ്പോൾ അങ്ങോട്ട് ഹായ്, അപ്പോൾ പച്ച ഇങ്ങോട്ട് ഹോയ്, ഹായ് ഹോയ് ഹോയ്. 4990 ബയ്യന്റെ നടന്നവനോട് സംസാരിക്കും. എന്നോട് എന്നെ കാണുമ്പോൾ ചെലുത്താൻ പിടിക്കും. ഞാൻ സംസാരിക്കുന്നില്ലല്ലോ. മറ്റേത് കഞ്ചാവ് അടിച്ച് കിടക്കുന്ന ഞങ്ങൾക്ക് തലച്ചോറും കൂടിയില്ലെങ്കിൽ ഓൻ കുറച്ചും കൂടി നല്ല വർത്താനം പറയും. കരളെ കൊരളെ ചോറ് തിന്ന തങ്കു, എന്താണ് മങ്കൂന്ന് ചോദിക്കും. അങ്കു വിചാരിക്കുമ്പോൾ അടച്ചോനെ ആദ്യം തന്നെ ദൈവം. ഇനി വീഡിയോ കോൾ ചെയ്യും. അന്താൻ വിട്ടോള് വിറ്റേന്ന് വീഡിയോ കോൾ ചെയ്യും. കുറച്ച് ഡ്രസ്സെല്ലാം അങ്ങ് മാറ്റിവിട്. അന്താഴം വിട്ടവള് മാറ്റിവിടും. കാരണം എന്നോടുള്ള ദേഷ്യം കൂടി ഉണ്ടല്ലോ. ഈ ഫോട്ടോ ഓന് കിട്ടുന്നതോടുകൂടി എൻ്റെ ഭാര്യൻ്റെ കഥ കഴിഞ്ഞു. ഏതെങ്കിലും ഒരാളുടെ നഗ്ന ചിത്രം എൻ്റെ കൈ കിട്ടുക, ഞാൻ നിങ്ങളെ ഏടെ വേണമെങ്കിലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറയും നിങ്ങളെ ഫോട്ടോ ഉണ്ട്, ടിങ്കിട് ടിങ്ക്
ഇത് ഞാൻ നിങ്ങളെ ഭർത്താവിന് കാണിക്കും, ഭാര്യയ്ക്ക് കാണിക്കും, നാട്ടുകാർക്ക് കാണിക്കും, യൂട്യൂബിലിടുന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു പഠിച്ചോനാണെ പറയാറേ, നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ വരും. വന്നോ, നമുക്ക് വയനാട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരാം, വരൂല്ലേ നിങ്ങൾ? അതുകൊണ്ട് സൂക്ഷിച്ചോ. അതുകൊണ്ട് നിങ്ങൾ ഞാനിലിപ്പം ഭാര്യനെ കാണുമ്പോൾ ഭാര്യയെ 10,000 ഇവിടുന്ന് പറഞ്ഞാലും പോകുന്ന പോക്ക് തന്നെ തങ്കൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖം തന്നെയാണോ, അച്ഛന് സുഖമാണോ, എങ്ങനെങ്കിലും ഒരു 5,000 അങ്ങ് പറഞ്ഞേക്കൂ, എന്നാൽ അവൾ ഓടൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ ഭാര്യ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പാട്ടെല്ലാം പാടുമ്പോൾ നിങ്ങൾ പറയണം വണ്ടർഫുൾ, ഹായ് 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 എന്നങ്ങ് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ വേറൊരുത്തം വണ്ടർഫുൾ തങ്കുടു തങ്കുടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടെ ഓൻ്റെ പോവുകയും ചെയ്യും. അപ്പം ലഹരിക്ക് ജീവിത ലഹരിയാവണമെങ്കിൽ നമ്മളെ വീട്ടിൽ കൃത്യമായിട്ട് സംസാരിക്കാൻ, ചിരിക്കാൻ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, മക്കളോടൊപ്പം കല്യാണത്തിന് പോകാനൊക്കെ നിങ്ങൾ തയ്യാറാവണം. മക്കൾ മാറ്റി നിർത്തപ്പെടേണ്ട വസ്തുവല്ല. മക്കളാണ് നമ്മളെ ലഹരി. മക്കളാണ് ലഹരിയെങ്കിൽ മക്കൾ മനുഷ്യക്കുട്ടികളെ പോലെ ജീവിക്കണം. മനുഷ്യക്കുട്ടികൾക്ക് മാർക്കല്ല വേണ്ടത്, ചിരിയാണ്, സംസാരമാണ്. ബാപ്പ വീഴുമ്പോൾ കൈ കാണിച്ചു കൊടുക്കാനുള്ള, അല്ലെങ്കിൽ കൈപിടിച്ചുയർത്താനുള്ള ഒരു വിവേകമാണ് മക്കൾക്ക് ആദ്യം വേണ്ടത്. വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ കണ്ണുയർത്തി നോക്കുന്ന സംസ്കാരമാണ് നമുക്ക് വേണ്ടത്. അപ്പം മദ്യവും മയക്കുമരുന്നും ഒന്നും നമ്മളെ ചിത്രത്തിൽ എല്ലാ കാലത്തും, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മദ്യവും മയക്കുമരുന്നും എല്ലാ കാലത്തുമുണ്ട്. അരുത് എന്ന് 18 വയസ്സ് വരെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇത് കടത്തി കൊണ്ടുവരില്ല എന്ന് പ്രതിജ്ഞയുള്ള, നട്ടലുള്ള ഒരു മനസ്സിനെ കൃത്യമായി ഉണ്ടാക്കിയെടുക്കലാണ് ഒരു പൗരന് നമ്മൾ ആദ്യം കൊടുക്കേണ്ടതെന്ന വികാരം. അത് നിങ്ങളെ മക്കൾക്ക് കൊടുക്കണം. ഏത് പ്രായം മുതൽ കൊടുക്കണം? 3 വയസ്സ് മുതൽ ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ഇങ്ങനെ കുത്തി 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 നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മദ്രസ അധ്യാപകരെ, അവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. സ്കൂൾ അധ്യാപകരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. നമുക്കാകെ 1-2 മക്കളേ ഉള്ളൂ. സ്കൂൾ അധ്യാപകരും മദ്രസ അധ്യാപകരും ആയിരക്കണക്കിന് കുട്ടികളെ ദിവസവും കാണുന്ന അധ്യാപകരാണ്. അവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കണം, പോലീസുകാരൻ തെറ്റ് ചെയ്താൽ പോലീസുകാരനെ ശിക്ഷിക്കണം, അതിനൊന്നും തർക്കമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മക്കളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാനുള്ള, ചെവിയോർക്കാനുള്ള തൻ്റെ ഇടമെങ്കിലും നിങ്ങൾ കാണിക്കണം. അപ്പോൾ തന്നെ എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യരുതെന്നൊന്നും പറയരുത്. നിങ്ങളെ മക്കൾ എന്ത് ചെയ്തു എന്നാര് ചോദിച്ചാലും അത് കേൾക്കാനുള്ള സാവകാശം വേണം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കാനുള്ള ചങ്കൂറ്റവും കരുത്തും രക്ഷാകർത്താക്കൾക്ക് കാണണം. രക്ഷാകർത്താക്കൾ അധ്യാപകരോടൊപ്പം, പോലീസിനോടൊപ്പം, ന്യായ പ്രവർത്തനം നടത്തുന്നവരോടൊപ്പം നിന്നാൽ നമ്മളെ മക്കൾക്ക് പേടിയാവും, മക്കൾക്ക് ഈ നിയമത്തിൽ വിശ്വാസം. അതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിൽ ആർക്കും ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് ഇഷ്ടം മാഷന്മാരാവുകയും. കാരണം മാഷന്മാർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്ന, അധ്യാപകനെ മാനിക്കുന്ന, അനുസരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊക്കെ മനസ്സിൽ അധ്യാപകൻ ഹീറോ ആയിരുന്നു. അപ്പൊ ആരോട് ചോദിച്ചാലും പറയാം എനിക്ക് മാഷാണെന്ന് പറയായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും കുട്ടി മാഷാണെന്ന് പറയും. ഇപ്പോ രണ്ടാമത്തെ കുട്ടികളുടെ എല്ലാ സങ്കല്പവും പോലീസ് ആവണമെന്നായിരുന്നു. കാരണം പോലീസ് കള്ളന്മാരെ തച്ചുടക്കുന്ന, ഭീകരന്മാരെ കൊന്നൊടുക്കുന്ന, എല്ലാത്തിനും അപ്പുറത്തേക്ക് ഏറ്റവും വലിയ മനുഷ്യനായി ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന പോലീസുകാരനെ കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നു. ഇന്നത്തെ പോലീസിനെ കുട്ടിക്ക് ഇഷ്ടമല്ല. കാരണം എന്താ? എല്ലായിടത്തും അടിമേടിക്കുന്ന, ഒന്നും മിണ്ടാൻ കഴിയാത്ത, ലഹരി പിടിച്ച് അനങ്ങാണ്ടിരിക്കുന്ന ഒരു പോലീസുകാരനെ കാണുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമല്ല. ഇപ്പൊ കുട്ടികൾക്ക് ഇഷ്ടം ആരാന്നറിയോ? ഗുണ്ടകളിയാണ്. പോലീസിനെ മുൾമുനയിൽ നിർത്തുന്ന, രാഷ്ട്രീയ നേതാക്കളെ മുൻമുനയിൽ നിർത്തുന്ന ഗുണ്ടകളിയാണ് കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം. ഹീറോയിസമാണ്. ആ ഹീറോയിസം ലഹരി മരുന്നിന്റെ മുതലാളിമാരിലേക്ക് വരുന്നുണ്ട് എങ്കിൽ, അതുപയോഗിക്കുന്ന ഗുണ്ടയുടെ കൈകളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ, അത് തടയേണ്ടുന്ന ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഒരു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നെഞ്ചോട് നെഞ്ച് ചേർത്ത്, തോളോട് തോൾ ചേർത്ത് മുന്നേറാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് എനിക്ക് ഈ വെളിമണ്ണ ഈ ഒരു ഗ്രൗണ്ടിൽ കൂടിയിരിക്കുന്ന സുമനസ്സുകളോട്, ഹൃദയമുള്ള മനുഷ്യരോട്, നന്മയുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ മാത്രം നന്നാക്കിയാൽ പോരാ, നമുക്ക് ഈ നാടിനെ മുഴുവൻ നന്നാക്കുവാൻ കഴിയണം. അതിനുള്ള പ്രവർത്തകർക്ക്, അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇതിന്റെ പ്രവർത്തകർക്ക് താങ്ങാവാൻ, തണലാവാൻ, കരുത്തേകാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്കും, എന്നെ ഇത്ര നേരം അസ്വസ്ഥതയോടുകൂടിയാണെങ്കിലും ശ്രവിച്ച എല്ലാവർക്കും ഹൃദയത്തോട് ചാലിച്ചിട്ടുള്ള സ്നേഹവും സന്തോഷവും പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം.